ഹലോ ഫ്രണ്ട്സ്, ഇവർ വിവാഹിതരായാൽ സീരിയലിൻ്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. കഥയിലെ കേന്ദ്ര കഥാപാത്രമായ ഭൂമിയുടെ ജീവിതത്തിൽ ഉണ്ടായ അപ്രതീക്ഷിതമായിട്ടുള്ള തിരിച്ചറിവുകളും അതിനെ തുടർന്ന് സൗഭാഗ്യപുരം തറവാട്ടിൽ അരങ്ങേറുന്ന നാടകീയ സംഭവങ്ങളുമാണ് ഈ ഒരു കഥാഭാഗത്തിൽ പ്രധാനമായിട്ടും പറയാനായിട്ട് പോകുന്നത്. അങ്ങനെ താൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന അച്യുതൻ്റെയും അംബികയുടെയും സ്വന്തം മകളല്ല താനെന്നും താൻ അവരുടെ വളർത്തുമകൾ മാത്രമാണെന്നുള്ള യാഥാർത്ഥ്യം ഭൂമി തിരിച്ചറിയുന്നതാണ് ഈ ഒരു എപ്പിസോഡിൻ്റെ പ്രധാന ആകർഷണം. സ്വന്തം മകളല്ലാഞ്ഞിട്ടും തനിക്ക് ഒരു കുറവും വരുത്താതെ ആവോളം സ്നേഹവും വാത്സല്യവും നൽകി വളർത്തിയ അച്ഛനെയും അമ്മയെയും ഓർത്ത് ഭൂമി ചങ്ക് പൊട്ടി കരയാണ്. അച്ഛൻ കൊല്ലപ്പെടുകയും അമ്മ ജയിലിലാവുകയും ചെയ്ത സാഹചര്യത്തിൽ താൻ കാരണം അവരെ രക്ഷിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു കുറ്റബോധം ഭൂമിയെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്. അച്ഛൻ്റെയും അമ്മയുടെയും ഓർമ്മകൾ നിറഞ്ഞ പഴയ വാടക വീട്ടിലേക്ക് ഓടിയെത്തുന്ന ഭൂമി അവിടെ തനിച്ചിരുന്ന് തൻ്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ചും മാതാപിതാക്കളുടെ സ്നേഹത്തെക്കുറിച്ചെല്ലാം ഓർത്ത് പൊട്ടിക്കരയുന്നു. അമ്മയെ ജയിൽ മോചിതയാക്കാൻ 25 ലക്ഷം രൂപ വേണമെന്ന ഘട്ടത്തിലാണ് ഭൂമി അജയുമായിട്ടുള്ള കോൺട്രാക്ട് മാരേജിന് സമ്മതിക്കുന്നത്. അജയുടെ വീട്ടിൽ തനിക്ക് എതിർപ്പുകൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഭൂമി ആ വീടിൻ്റെ പടി കയറുന്നത്. സൗഭാഗ്യപുരത്തെ മുത്തശ്ശിക്ക് ഭൂമിയെ പണ്ടേ ഇഷ്ടമായിരുന്നു. സംഗീത തുടക്കത്തിൽ ചെറിയ നീരസം കാണിച്ചെങ്കിലും പതിയെ പതിയെ ഭൂമിയുടെ നല്ല സ്വഭാവം കണ്ടറിഞ്ഞ് അവളെ മരുമകളായിട്ട് അംഗീകരിക്കുന്നു. അതിരാവിലെ എണീറ്റ് പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കുന്ന ഭൂമിയാണ് ഈ വീടിന് ഏറ്റവും അനുയോജ്യയായ മരുമകളെന്ന് സംഗീത മനസ്സുകൊണ്ട് സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ഭവാനിക്കും അഞ്ജനയ്ക്കും അജയ് ഭൂമിയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് ഒട്ടും ദഹിച്ചില്ല. തങ്ങളുടെ വാക്കിന് വിലയില്ലാതായതിൽ ഭവാനി വിലപിക്കുമ്പോൾ അജയുടെ പെങ്ങൾ അനുപമയും അഞ്ജനയോടൊപ്പം ചേർന്ന് ഭൂമിക്കെതിരെ തിരിയുന്നു. താൻ സ്വന്തം അച്ഛനെ പോലെ ബഹുമാനിച്ച സത്യദാസ് തന്നെ വെറുപ്പോടെ നോക്കുന്നത് ഭൂമിക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. ഭവാനിയുടെ മനസ്സ് ശാന്തമാക്കാനും പകവീട്ടാനും അജയ് അഞ്ജന വിവാഹം നടക്കുമെന്നാണ് സത്യദാസ് കരുതിയത്. എന്നാൽ അജയ് ഭൂമിയെ വിവാഹം കഴിച്ചതോടെ സത്യദാസ് തീർത്തും നിരാശനായി. ഭൂമി സത്യദാസിന് കുടിക്കാനായിട്ട് ചായ കൊണ്ടു കൊടുക്കുമ്പോൾ അയാൾ അത് വാങ്ങാൻ കൂട്ടാക്കാതെ മുഖം തിരിച്ചു കളയുന്നു. ഇത് കണ്ട് സംഗീത സത്യദാസിനെ ഉപദേശിക്കുന്നുണ്ടെങ്കിലും തങ്ങൾക്കുണ്ടായ അപമാനം ഓർത്ത് അയാൾ ദേഷ്യത്തോടെ മാറിപ്പോകുന്നു. ഇതെല്ലാം കണ്ട് ആരോ മനസ്സിനുള്ളിൽ പുച്ഛത്തോടെ ചിരിക്കുന്നുണ്ട്. സ്വന്തം മകളെ തിരിച്ചറിയാതെ അകറ്റി നിർത്തുന്ന സത്യദാസെ, ഇതിലും വലിയ ശിക്ഷ നിനക്ക് വേറെ ലഭിക്കാനില്ല എന്ന ചിന്തയോടെയാണ് ആ ശത്രു ഈ കാഴ്ചകളൊക്കെ കാണുന്നത്. കരഞ്ഞു നിൽക്കുന്ന ഭൂമിയുടെ അടുത്തെത്തുന്ന സംഗീത അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. സത്യദാസ് പാവമാണെന്നും അനിയൻ്റെ മരണത്തിലുള്ള കുറ്റബോധവും ദേഷ്യവുമാണ് അയാൾ കാണിക്കുന്നതെന്നും സംഗീത ഭൂമിയോട് പറയുന്നു. എങ്കിലും സത്യദാസിൻ്റെ കാണാതായ ഭാര്യയെയും മകളെയും തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഭൂമിയും പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നീട് കുടുംബ പൂജ ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ട് സൗഭാഗ്യപുരം തറവാട്ടിലെ പരമ്പരാഗത സ്വത്തായ പ്രത്യേക ഡിസൈനിലുള്ള മാല ഭൂമിക്ക് കൈമാറാനായിട്ട് മുത്തശ്ശി തീരുമാനിക്കുന്നു. മുൻപ് ഈ മാല അഭിരാമി, അഞ്ജന, അനുപമ എന്നിവർക്കായിരുന്നു നൽകിയിരുന്നത്. കാണാതായ അഭിരാമിക്ക് പകരം പുതിയ മാല പണിയിച്ച് അത് പൂജയ്ക്ക് ശേഷം ഭൂമിക്ക് നൽകുമെന്ന് മുത്തശ്ശി പ്രഖ്യാപിക്കുന്നുണ്ട്. സൗഭാഗ്യപുരത്തിൻ്റെ അടയാളമായ എസ് എന്ന അക്ഷരം കൊത്തിയ ലോക്കറ്റുള്ള ഈ മാല മറ്റെവിടെയും വാങ്ങാനായിട്ട് കിട്ടില്ല. കാണാതായ അഭിരാമിയെ തിരിച്ചറിയാനുള്ള ഏക അടയാളവും ഈ മാലയും അവളുടെ പുറകിലുള്ള കറുത്ത മറുകുമാണ്. മാലയുടെ ഡിസൈൻ വെച്ച് പത്രത്തിൽ പരസ്യം നൽകിയാൽ അഭിരാമിയെ കണ്ടെത്താൻ എളുപ്പമായിരിക്കില്ലേ എന്ന് ഭൂമി സംഗീതയോട് ചോദിക്കുന്നു. സംഗീതയ്ക്ക് ഈ ഐഡിയ വളരെ ഇഷ്ടപ്പെടുകയും അജയോട് സംസാരിക്കാൻ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പൂജയ്ക്കിടാൻ അജയ് ഭൂമിക്ക് മനോഹരമായൊരു സാജി സമ്മാനമായിട്ട് നൽകിയിരുന്നു. ഇത് കണ്ട അഞ്ജനയ്ക്കും അനുപമയ്ക്കും ഭവാനിക്കും ഒന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. പൂജയ്ക്ക് ഭൂമി ആ സാരി ഉടുത്ത് വരാതിരിക്കാൻ അനുപമ രഹസ്യമായിട്ട് ആ സാരിയുടെ ബ്ലൗസ് കീറി നശിപ്പിക്കുന്നുണ്ട്. എന്നാൽ ബുദ്ധിമതിയായ ഭൂമി വേലക്കാരിയുടെ കയ്യിൽ നിന്ന് സൂചിയും നൂലും വാങ്ങി ബ്ലൗസ് തുന്നി ചേർത്ത് ഒരു ദേവതയെ പോലെ സാരി ഉടുത്ത് ഇറങ്ങി വരുന്നു. ഇത് കണ്ട് അനുപമയും ഭവാനിയും അഞ്ജനയും അമ്പരന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെ പൂജാരിയുടെ കർമ്മങ്ങൾക്ക് ശേഷം മുത്തശ്ശി ആ പരമ്പരാഗത മാല അടങ്ങിയ ബോക്സ് ഭൂമിക്ക് കൈമാറുന്നു. അജയ് ആ മാല ഭൂമിയുടെ കഴുത്തിൽ ചാർത്തണം എന്നാണ് മുത്തശ്ശി നിർദ്ദേശിക്കുന്നത്. എന്നാൽ ബോക്സ് തുറന്ന് മാലയുടെ ലോക്കറ്റിലേക്ക് നോക്കിയ ഭൂമി ഞെട്ടിവിറയ്ക്കുന്നുണ്ട്. ഈ ലോക്കറ്റും ഡിസൈനും താൻ പണ്ട് കണ്ടിട്ടുണ്ടല്ലോ എന്നവൾ തിരിച്ചറിയുന്നു. മുൻപ് തൻ്റെ കഴുത്തിൽ ഉണ്ടായിരുന്നതും അച്ഛൻ അച്യുതൻ എന്തോ ആവശ്യത്തിനെന്ന് പറഞ്ഞ് ഊരി വാങ്ങിയതുമായിട്ടുള്ള മാലയും ഇത് തന്നെയാണെന്ന് ഭൂമിക്ക് ഓർമ്മ വരുന്നുണ്ട്. ആ മാലയുടെ ലോക്കറ്റിൻ്റെ പിന്നിലും എസ് എന്ന സൗഭാഗ്യപുരത്തിൻ്റെ സിമ്പൽ ഉണ്ടായിരുന്നു. അങ്ങനെ സംശയങ്ങൾ സഹിക്കാനാവാതെ ഭൂമി നേരെ ജയിലിൽ കിടക്കുന്ന അംബികയെ കാണാനായിട്ട് ഓടുന്നുണ്ട്. അവിടെ എത്തി അംബികയുടെ ഭൂമി മാലയെക്കുറിച്ച് ചോദിക്കുന്നു. അമ്മേ, അന്ന് അച്ഛൻ എനിക്ക് തന്ന ആ മാല നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിയതാണോ? സത്യം പറയണമെന്ന് ചോദിക്കുമ്പോൾ അല്ല മോളെ, ഞങ്ങൾ വാങ്ങിയതല്ല.
നിന്നെ ഞങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിന്റെ കഴുത്തിൽ ആ മാല ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അംബിക ആ ഞെട്ടിക്കുന്ന സത്യങ്ങൾ ഭൂമിയോട് ഒന്നൊന്നായിട്ട് വെളിപ്പെടുത്തുന്നു. ഭൂമിക്ക് 3 വയസ്സുള്ളപ്പോൾ ആരോ അവളെ കൊല്ലാനായിട്ട് അച്യുതൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ്. എന്നാൽ കൊച്ചുകുഞ്ഞിനെ കൊല്ലാനായിട്ട് മനസ്സ് വരാത്ത അച്യുതൻ കുട്ടി മരിച്ചെന്ന് വരുത്തി തീർക്കാനായിട്ട് വ്യാജ വീഡിയോ ഉണ്ടാക്കി അയച്ചു കൊടുത്തതിന് ശേഷം കുട്ടിയുമായിട്ട് നാടുവിടുകയായിരുന്നു. ഭൂമിയെ പിന്തുടരുന്ന ശത്രുക്കൾ താൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് തിരിച്ചറിഞ്ഞുവെന്ന് അച്യുതന് മനസ്സിലായിരുന്നു. അതിനാൽ ഫാദേഴ്സ് ഡേ ഫംഗ്ഷനിൽ വെച്ച് ഭൂമിയുടെ യഥാർത്ഥ അച്ഛനെ കണ്ട് സത്യങ്ങൾ വെളിപ്പെടുത്താനായിട്ട് അച്യുതൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ അതിന് മുൻപ് തന്നെ അച്യുതൻ കൊല്ലപ്പെട്ടു. കുഞ്ഞായിരുന്നപ്പോൾ ഭൂമി അണിഞ്ഞിരുന്ന മാലയും ഉടുപ്പും അച്യുതൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അംബിക പറഞ്ഞ കാര്യങ്ങളും പഴയ വാടക വീട്ടിലെ അലമാരിയിൽ നിന്ന് ലഭിച്ച മാലയും ഒത്തുനോക്കിയ ഭൂമി എല്ലാ സത്യങ്ങളും മനസ്സിലാക്കുന്നു. സൗഭാഗ്യപുരത്തെ പരമ്പരാഗത മാല തൻ്റെ കയ്യിലുണ്ട്. ഇടത് കഴുത്തിന് താഴെയായി അമ്മ പറഞ്ഞതുപോലെയുള്ള കറുത്ത മറുകും തനിക്കുണ്ട്. അതായത് സൗഭാഗ്യപുരം തറവാട്ടിൽ നിന്ന് ചെറുപ്പത്തിൽ കാണാതായ അഭിരാമി താൻ തന്നെയാണ്. താൻ സത്യദാസിൻ്റെയും സംഗീതയുടെയും സ്വന്തം മകളാണ്. താൻ ജീവനതുല്യം സ്നേഹിച്ച അച്ഛൻ സ്വന്തം അച്ഛനല്ലെങ്കിലും തനിക്ക് നൽകിയ സ്നേഹവും പരിഗണനയും ഓർത്ത് ഭൂമി പൊട്ടിക്കരയുന്നുണ്ട്. അങ്ങനെ താൻ അഭിരാമിയാണെന്ന് തിരിച്ചറിഞ്ഞെങ്കിലും തെളിവുകളൊന്നുമില്ലാതെ ആരുടെയും മുന്നിൽ ഇത് തുറന്നു പറയാനായിട്ട് ഭൂമി തയ്യാറല്ല. തന്നെ കൊല്ലാൻ അന്ന് അച്യുതൻ്റെ കയ്യിൽ ഏൽപ്പിച്ച അജ്ഞാതൻ ആരാണ്? സ്വന്തം അച്ഛനായ അച്യുതനെ കൊലപ്പെടുത്തിയത് ആരാണ്? ആ കൊലയാളി സൗഭാഗ്യപുരം തറവാട്ടിൽ തന്നെയുണ്ട്. അമ്മയെ ജയിലിൽ നിന്ന് ഇറക്കണമെങ്കിലും സ്വന്തം അച്ഛൻ്റെ കൊലയാളിയെ കണ്ടെത്തണമെങ്കിലും ആ വീട്ടിലെ എല്ലാവരെയും രഹസ്യമായിട്ട് നിരീക്ഷിക്കണമെന്ന് തന്നെ ഭൂമി ഉറപ്പിക്കുന്നു. തറവാട്ടിലേക്ക് തിരിച്ചെത്തുന്ന ഭൂമിയുടെ ഭാവമാറ്റം കണ്ട് സംഗീത അന്വേഷിക്കുന്നുണ്ടെങ്കിലും അവളത് കാര്യമാക്കാതെ തന്ത്രപരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിക്കുന്നു. എന്തായാലും സൗഭാഗ്യപുരത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും അച്യുതൻ്റെ കൊലപാതകത്തിന് പിന്നിൽ ഭവാനിയാണെന്ന് ഞെട്ടിക്കുന്ന സത്യം ഭൂമി അവസാനം തിരിച്ചറിയുന്നുണ്ട്. വരാനിരിക്കുന്ന ത്രില്ലിംഗ് എപ്പിസോഡുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്